നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നു. UDF വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിശദമായ കാര്യം ചർച്ച വലിയ പ്രതീക്ഷയാണ്. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം. കോഴിക്കോടാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രൊഫഷൻ വെച്ചാൽ പ്രാദേശികമായി നല്ല നേതൃത്വം ഉണ്ടെങ്കിൽ അവർക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി ഇലക്ഷൻ പിടിക്കാൻ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. അത് എറണാകുളത്തുണ്ട്. സതീശനും ഷിയാസും എല്ലാം കൃത്യമാണ്. അത് നമ്മുടെ ഹൈബിയും അവിടെ കുറേ പേരുണ്ട്. അതെ, ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങനെ എല്ലാവരും. അവരുടെ ഒരു വഴിയുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോട് ശക്തമായ ഒരു നേതൃത്വമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ആരാണ്? ഇപ്പം ബിന്ദു കൃഷ്ണനെ അറിയാം, പണ്ടത്തെ നേതാക്കൾ. ഇപ്പം അറിയാവുന്ന ആരാ ഉള്ളത്? വിഷ്ണുവൊക്കെ പിന്നീട് വന്നതാ. വിഷ്ണു കൊല്ലത്തെ നേതാവല്ല. സത്യത്തിൽ DC പ്രസിഡന്റ് എനിക്കറിയില്ല. ആരാണ്? എനിക്കറിയില്ല. അതൊരു സീനിയർ ആയിട്ടുള്ള ആളെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ല ആരാ പറഞ്ഞു. അതേസമയം ഈ കോഴിക്കോടിൻ്റെ പ്രത്യേകത, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവർ രൂപപ്പെടുത്തുന്നത്. അവർക്കൊന്നുമില്ല. കഴിഞ്ഞ ഇലക്ഷന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു സീറ്റും ഇല്ല. ആകപ്പാടെ രമ ജയിച്ചതുകൊണ്ടും ലീഗ് ഒരു സീറ്റ്. കൊടുവള്ളിയും വടകരയുമാണുള്ളത്. 13-ൽ 2 സീറ്റേ ഉള്ളൂ. അപ്പം കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്നലെ ഇടുക്കിയുടെ കാര്യം പറഞ്ഞാൽ മതി. കോഴിക്കോടിൻ്റെ പ്രത്യേകത, അവിടെ MK രാഘവൻ എന്ന് പറഞ്ഞൊരു സീനിയർ നേതാവുണ്ട്. കാരണവരെ പോലെയാണ് അദ്ദേഹത്തിന്റെ കാലം നടക്കുമ്പോൾ അദ്ദേഹം കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ അതേ അവസ്ഥയാണ്. അദ്ദേഹം അങ്ങ് ജയിക്കും. അല്ല, അദ്ദേഹത്തിന് ഭയങ്കര ഉണ്ട്. അപ്പോൾ MK രാഘവേട്ടനാണ്. പിന്നെ അവിടെ പിന്നെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ജയന്തും പ്രവീൺ കുമാറും, DCC പ്രസിഡന്റ് പ്രവീണും ജനറൽ സെക്രട്ടറി. അപ്പം അവരുടെ കൂടാണ് ഷാഫിയും കൂടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പം ഷാഫിയുടെ ഒരു ബൂസ്റ്റും ഈ രാഘവന്റെ ഗ്രൗണ്ട് ലെവൽ ബന്ധം. പിന്നെ മാത്രമല്ല, അവർക്ക് മത്സരിക്കേണ്ട കാര്യം, കാരണം ഒന്നുമില്ല അവരുടെ. കാരണം ഈ ഉള്ളവനാണല്ലോ തർക്കം വരുന്നത്. ഈ ഒന്നുമില്ലാതെ ഇവർ തമ്മിൽ പരസ്പരമായ ഒരു അടുപ്പത്തിൽ ഒരു വലിയ ഐക്യം ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ടാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഓർക്കണം, കോഴിക്കോട് കോർപ്പറേഷൻ. ഞാൻ ഇന്ന് അവരുടെ ജയന്തിനോട് സംസാരിച്ചപ്പം ജയന്തിനോട് പറഞ്ഞത് 64 വോട്ടിനാണ് അവർക്ക് ഭരണം പോയെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 4 സീറ്റ് അവർ പോയത് 9 വോട്ടും 17 വോട്ടും 16 വോട്ടും. അങ്ങനെ ആ 4 സീറ്റിന്റെ വോട്ട് ഒരുമിച്ച് കൂട്ടിൽ 64 വോട്ട്. ആ 4 സീറ്റോട് കിട്ടിയായിരുന്നെങ്കിൽ അവർക്കായിരുന്നു ഭരണം. വെറും 64 വോട്ടിനാണ് അവർ കോർപ്പറേഷൻ പോയത്. എനിക്ക് തോന്നുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായിരുന്നൊരു സംശയമുണ്ട്. ആ VM ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയാക്കുന്നു, അതിന് വോട്ടില്ലാതെ വരുന്നു. അവിടുന്നാണ് അവര് ഈ തരത്തിലേക്ക് കയറി വന്നത്. ഇപ്പം അവർ സീറ്റ് നിർണ്ണയം പൂർത്തിയാക്കി. ഔദ്യോഗിക പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ഞാൻ അവിടെ നേതാക്കളോട് സംസാരിച്ചപ്പം എല്ലാ സീറ്റിലും 7 സീറ്റാണ് കോൺഗ്രസിനുള്ള. 7 സീറ്റിലും ധാരണയിലെത്തി. ആളുകൾ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ മറ്റൊരിടത്തും ഇല്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് നമ്മുടെ കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് ആയിരിക്കും പ്രവീൺ കുമാർ മത്സരിക്കും. നോർത്തിൽ ജയന്ത് മത്സരിക്കും. അതുപോലെ ഇവരുടെ ആ ഒരു അടിസ്ഥാനപരമായി ഇവർ ആളുകളെ തീരുമാനിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത് ഇവർ ഏറ്റവും വലിയ അവർ പറയുന്നത് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 13 സീറ്റാണല്ലോ. 13 സീറ്റിൽ ലീഗിന് ഇക്കുറി തരക്കേടില്ല. ഇപ്പോൾ കുറ്റ്യാടി അടക്കം ലീഗിന് നഷ്ടപ്പെട്ട സീറ്റുകളെല്ലാം കിട്ടും. അപ്പോൾ അവർക്ക് ഇത്തവണ CPMന്റെ കയ്യിലിരിക്കുന്ന 2-3 സീറ്റുണ്ട്, ഒരിക്കലും കിട്ടാത്ത സീറ്റുകൾ. ബേപ്പൂര്, ഏലത്തൂര്, പേരാമ്പ്ര, ബാലുശ്ശേരി സംവരണമുണ്ട്. ഈ 4 സീറ്റും ഇവർക്ക് പ്രയാസമുള്ള സീറ്റുകളാണ്. അതിൽ തന്നെ അവർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ബേപ്പൂരിലാണ്. ബേപ്പൂരിൽ അവരുടെ വിചാരം അൻവറിനെ ഇറക്കി പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ്. ഞാൻ അവിടുത്തെ നേതാക്കളോട് സംസാരിച്ചപ്പോൾ 13-ൽ 10 സീറ്റ് മിനിമം അവർ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം മൊത്തം സീറ്റ് പിടിക്കുന്നതാണ് പറയുന്നത്. അപ്പം അവർ ബേപ്പൂരിൽ ഈ മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം പോയാൽ അത് വിജയിച്ചാൽ ഒരു പക്ഷേങ്കിൽ വലിയൊരു തരംഗമായി മാറി എല്ലാ സീറ്റും കിട്ടും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരെ മലബാറിലും അവരെ ശക്തി, കോഴിക്കോട് മലപ്പുറം ജില്ലകൾ അവരെ ശക്തി അവർ തെളിയിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല രാജ്മോഹൻ, ഈ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ BJP ശക്തമാവുന്നു എന്നതാണ്. BJP എന്ന ഹിന്ദു പാർട്ടി ശക്തമാവുമ്പോൾ CPM എന്ന ഹിന്ദു പാർട്ടി പലരും കരുതിയിരുന്നത് തിരിച്ചായിരുന്നു. കോൺഗ്രസ് ദുർബലമാകുന്നു. കോഴിക്കോട് ഫോർ എക്സാമ്പിൾ അവരുടെ എണ്ണം കൂടി, കൗൺസിലർമാരുടെ എണ്ണം കൂടി, ഇരട്ടിയായി BJPയുടെ. ഈ കൗൺസിലർമാരുടെ എണ്ണം കൂടുമ്പോൾ BJPയുടെ ആത്മവിശ്വാസം കൂടും, BJPയുടെ വോട്ട് കൂടുകയും ചെയ്യും. ഈ BJPയുടെ വോട്ട് കൂടുമ്പോൾ അതും CPMനെ ബാധിക്കും. അപ്പം കോഴിക്കോട് മോഡൽ വളരെ ഗൗരവമാണ്. അപ്പം അവിടെയാണ് ഞാൻ CPM നേരിടുന്നൊരു പ്രതിസന്ധിയുണ്ട്. നിങ്ങൾ ഇപ്പം കഴിഞ്ഞ പ്രസ്താവന ബാലൻ പലപ്പോഴും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പിണറായി എടുത്ത് അദ്ദേഹത്തിന് സ്ഥായിയായ എന്തൊരു വിരോധം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് ചില പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. UDF പറഞ്ഞിട്ടാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. ജമാഅത്ത് ഇസ്ലാമി വളരെ ഇനി
പിണറായിയോട് പണക്കമുള്ളത് കൊണ്ടാണോ അതോ ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ, പിണറായിയുടെ പണക്കമുള്ളത് കൊണ്ടാണെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനത്തെ പ്രസാദം നടത്തത്തില്ലല്ലോ. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ മുഴുവൻ ഇവർ മുസ്ലിം വോട്ട് കിട്ടത്തില്ല, അത് കൈവിട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ BJPക്ക് പോവാതെ പരമാവധി ഞങ്ങളാണ് നിങ്ങളുടെ BJPയേക്കാൾ വലിയ ഹിന്ദു സംരക്ഷകർ എന്ന ഒരു തോന്നലുണ്ടാക്കിയിട്ട് പരമാവധി BJP വോട്ട് പിടിക്കാൻ വേണ്ടി ആവാം ഈ നമ്പർ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഭീകരമായ വർഗീയത പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നതിൽ ചില കഥയുണ്ടെന്ന് പലരും പറയുന്നുണ്ടെന്ന് വേറെ കാര്യം, അത് വേറെ കാര്യമെങ്കിലും പക്ഷെ വെള്ളാപ്പള്ളി പറയുന്ന പച്ചവർഗീയത പദവി ഇരുന്നോ അദ്ദേഹം പറയാൻ പാടില്ല, അല്ലെങ്കിൽ വർഗീയത പറയാം. ഞാൻ പറഞ്ഞേ, ഇപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞൊന്നും അത്ര സുഖകരമല്ല. അല്ല, മലപ്പുറത്തെ കുറിച്ച് കോഴിക്കോട് മുമ്പ് ഒരാൾ മറ്റേ ഡ്രൈനേജ് കുഴിയിൽ വീഴുന്നപ്പോഴും അന്ന് മുതലുണ്ട്. അപ്പം ഈ അതേ മോഡലിൽ ഇവിടെ ഇദ്ദേഹം പറയണമെങ്കിൽ, AK ബാലൻ പറയണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഭരിക്കുന്നത്, UDF ആഭ്യന്തരം, കൃത്യമായ ഒരു അജണ്ട തന്നെ. അപ്പം മുസ്ലിം വോട്ട് കിട്ടൂല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദു വോട്ട് പരമാവധി വേണം എന്നുള്ള അജണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നു. CPM വലിയ പ്രതിസന്ധിയിലാണെന്ന കാര്യം തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ CPM എല്ലാ ആദർശങ്ങളും മാറ്റിവെച്ചിട്ട് പിണറായി തന്നെ വീണ്ടും മത്സരിക്കും. ഇപ്പം കഴിഞ്ഞ തവണ ഇവരെല്ലാം മാറ്റിയത് എന്തുകൊണ്ടാണ്? 2 ടേം. പിണറായിക്ക് മാത്രമല്ല, ഇപ്പോൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് പിണറായിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും കൂട്ടത്തോടെ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ CPMന്റെ പ്രതീക്ഷ 3ാം ഭരണം. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ജയതിലകൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടുള്ള, ഞാനുമായി ബന്ധമുള്ള ചിലരൊക്കെ കടുത്ത ആത്മവിശ്വാസത്തിൽ പറഞ്ഞിരുന്നു ഭരണം ഉറപ്പാണ്. അപ്പോൾ ഈ ജയതിലകും KM എബ്രാഹിമും ഇവർ രണ്ടുപേരും ശില്പികൾ, പിണറായി 3യുടെ ശില്പികൾ. അപ്പം ഇവർ വളരെ കൃത്യമായ ആത്മവിശ്വാസത്തിലായിരുന്നു ഭരണം ഉറപ്പാണ്. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഈ സാധനം ഇവരെ ഷോക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഈ ഷോക്ക് കാരണം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവരെ വിന്നബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ, അതുകൊണ്ട് തോമസ് ഐസക്കിനൊക്കെ സീറ്റ് കിട്ടും, അവരുടെ പ്രതീക്ഷ അങ്ങനെയാണല്ലോ. അതെ, മുതിർന്ന നേതാക്കളൊക്കെ നിർത്തും. കേസുധാരന് കാലിന് അസുഖമില്ലാതെ അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയാക്കിയാലും സുധാകരൻ BJPയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത. സുധാകരൻ ഏകദേശം രാമായണമൊക്കെ വായിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പടങ്ങൾ ഓരോ നേതാക്കളെ കാണാൻ ചെല്ലുന്നതിന്റെ പടം കിട്ടുന്നുണ്ട്. അല്ല, സുധാകരൻ ഏതാണ്ട് വേറൊരു ലൈനിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഈ മനുഷ്യനെ ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ, ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മിക്ക മനുഷ്യനും ആത്മീയ പാതയിലേക്ക് തിരിയും. എന്നെ അത്ഭുതപ്പെടുത്തിയത് മുകുന്ദൻ്റെ മാറ്റമാണ്. മുകുന്ദൻ്റെ ഒരു പ്രസ്താവന, കുറിയിട്ടവരെ കാണുമ്പോൾ ഭയം തോന്നുന്ന അയാൾ പറഞ്ഞിരുന്നു. കുറി കൊടുക്കണം, അതായത് സംഘികളെ കാണുമ്പോഴല്ല, കുറി തൊട്ടവരെ കാണുമ്പോൾ, വാസ്തവത്തിൽ കുറി തൊട്ടവരെ കാണുമ്പോൾ എനിക്കൊരു ഒരു 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 എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണ് എനിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ നന്ദ ഒരു ഭജൻ ഗ്രൂപ്പ് ഉണ്ട്, നല്ല രസമാണ് പാടുന്നത്. നല്ല ആ പിള്ളേരൊക്കെ കുറിയിട്ടിട്ടിരിക്കുന്ന കാണുമ്പോൾ, അവന്മാരൊരു പുഞ്ചിരിയും കൂടെ കാണുമ്പോൾ ഒരു അല്ലേ, ഒരു സുഖം. ഈ കുറിയിട്ടവരെ കാണുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുന്ന, വഴക്കുണ്ടാക്കത്തില്ല, ശാന്തരാണെന്ന് തോന്നൽ എനിക്കുണ്ടാവുന്നത്. ആ സത്യമാണത്. രാവിലെ കുളിച്ച് കുറിയിട്ട് പറഞ്ഞ ആളെ നമുക്കൊരു സന്തോഷം, നമുക്കൊരാഗ്രഹം. ഈ കുറിയിട്ടവരെ കാണുമ്പോൾ എനിക്ക് പേടിയാവുമെന്ന് പറഞ്ഞ മുകുന്ദൻ അവസാനം സപ്തതിയോ അല്ല ഇപ്പോഴത്തെ 80 വയസ്സോ 84 ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മുകുന്ദൻ ഗുരുവായൂരമ്പലത്തിൽ പോയി അവിടെ നേർച്ച നേർന്ന് ഊണ് കഴിക്കുന്ന പടം കാണുന്ന ഇതൊരു മാറ്റം ഉണ്ടല്ലോ. അല്ലെ, മുകുന്ദൻ ഒരു തലമുറയെ ഒരു പരിധി വരെ വഴിതെറ്റി എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, അതായത് ആ മുകുന്ദന്റെ ആ ദൈവത്തിന്റെ വികൃതികളും ആ പുസ്തകമൊക്കെ ഉണ്ടല്ലോ, ഹരിദ്വാരിൽ മണിമുഴങ്ങുമ്പോൾ, പിന്നെ മയ്യഴിപ്പുഴ തീരങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്കായി പോകുമായിരുന്നു. ആ ലോകത്തേക്ക് മനുഷ്യൻ ഒരു തലമുറയെ മുഴുവൻ നയിച്ച മനുഷ്യൻ, ദൈവത്തെയും ആഗ്രഹങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ മനുഷ്യൻ അവസാനം അവിടെ പോയിട്ട് ഈ കാണുന്ന കാഴ്ച, ഈ ഒരു ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളോടെ പറഞ്ഞു നോക്കും. ഇവിടെ TS തിരുമുമ്പ് എന്ന് പറഞ്ഞ് പണ്ടത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനുണ്ടായിരുന്നു. ഒരു പരിധിയിൽ EMS വലിയ ആളായിരുന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മീയമാർഗത്തിലേക്ക് പോയി സന്യാസം ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഗൃഹസ്ഥനായിട്ട്. അല്ല, അതാണ് യാഥാർത്ഥ്യം. അതാണ് കഴിയുമ്പോൾ ഒരു പരിധി കഴിയും. അപ്പം ഇത്തരത്തിലൊക്കെ ഇവര് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഈ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ് പിണറായി തന്നെ മത്സരിക്കുന്നു. പിണറായി തന്നെ വയ്യ, പിണറായിക്ക് തീരെ വയ്യ. പിണറായിയുടെ കൂടെ യോഗത്തിലിരുന്നിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിണറായി ഇരിക്കുമ്പോൾ അസ്വസ്ഥതയാണെന്ന് പറയുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്ത് നോക്കും, കറക്റ്റ് സമയം, അത് ചർച്ചയോ മീറ്റിങ്ങോ ഒന്നും എവിടെ എന്നുള്ള ബാധകമല്ല, ഈ സമയത്തിന് അവസാനിപ്പിച്ച് പോകുന്നു. അതുപോലെ അസ്വസ്ഥനാണ്, അത് ശാരീരിക അസ്വസ്ഥയാണ് അയാൾ തന്നെ. പക്ഷെ സംസാരത്തിൻ്റെ ക്ലാരിറ്റിക്ക് കുറവില്ല. അദ്ദേഹം തന്നെ
ഈ ഇത്ര നയിക്കാൻ വീണ്ടും വരേണ്ടി വരും വരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ തോമസ് ഐസക്കിന് സീറ്റ് കിട്ടാം, തോമസ് ഐസക്കിന് കായംകുളത്തോ അല്ലെങ്കിൽ അരൂരോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇ.പി. ജയരാജനെ ഒരുപക്ഷെ അവർ തളിപ്പറമ്പിലേക്ക് കൊണ്ട് എം വി ജയരാജനെ കൊണ്ട് സാധ്യത. പി ജയരാജനെ പോലും കളത്തി ഇറക്കുമായിരിക്കും. ജയരാജനെ ഇറക്കത്തില്ല. ജയരാജനെ അവർ വെട്ടി ഒതുക്കി. ജയരാജൻ ഇനി ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടുത്ത ഘട്ടത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു പ്രവാചകനായി വരാനുള്ള അവസരമല്ലാതെ ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റിൽ ജയരാജൻ്റെ സ്കോപ്പ് നഷ്ടപ്പെട്ടിരിക്കും. ഒരുപക്ഷെ നാളെ പിന്നീട് ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ദൗത്യമേള ഏറ്റവും നേരത്തെ നമ്മൾ കോഴിക്കോട്ടുകാരും പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, ടി.പി. രാമകൃഷ്ണനാണെന്ന് പേരാൻ പറയില്ല എം എൽ എ. അദ്ദേഹത്തെ ഒരുപക്ഷെ വീണ്ടും കളത്തിറക്കണം സാധ്യത നൽകണം പറയാൻ പറ്റത്തില്ല. ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അതെ അതെ. അപ്പൊ അങ്ങനെ CPM വീണ ജോർജിനെ ഇറക്കുന്നു എന്നൊരു വാർത്ത കേട്ടു. ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു. എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, മത്സരിക്കുന്നതിന് മുമ്പ് തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും വീണ ജോർജ്. ആ കാര്യത്തിൽ പിന്നെ ആർക്കും തർക്കിക്കേണ്ട കാര്യം. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ വിഷയം വളരെ ഗൗരവത്തോടുള്ള വിഷയം തന്നെയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ മേയർ ബ്രോ അദ്ദേഹം ഞാൻ ശ്രീലേഖയുടെ തിരുട്ടൂർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ ഇത് പറയുമ്പോൾ പറയട്ടെ, ഈ CPM നേതാക്കളുടെ പൊതു സ്വഭാവമുള്ള ഒരു മനുഷ്യനല്ല അയാൾ. തീർച്ചയായും ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹവും ബഹുമാനം തോന്നുന്നു. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, വളരെ സൗമ്യനായ ഒരാളാണ്. ഞാൻ ഒരിക്കൽ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്തിരുന്നു. ഏത് പ്രോഗ്രാം ഞാൻ മറന്നുപോയി. അദ്ദേഹം മേയറായിരിക്കും അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് കുറേ അന്ന് PJ കുര്യൻ ആണ് മുഖ്യാതിഥി. അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ. PJ കുര്യനുണ്ട്, പിന്നെ പല ആളുകളുമുണ്ട്. ഞാൻ 2ാം നിരയിലാണ് ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം എൻ്റെ അപ്പുറത്തിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചല്ല, നിങ്ങൾ മേയർ, അപ്പം നിങ്ങൾ മുമ്പിൽ വന്നത് അങ്ങനെ ഒന്നും നടക്കത്തൊന്നുമില്ല, ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇരുത്തി കഴിയുമ്പോൾ നമ്മളെവിടെയെങ്കിലും ഇരിക്കത്തുള്ളൂ. സാധാരണ ഇതിക്കാണ് ഇപ്പം ആര്യ രാജേന്ദ്രൻ അങ്ങനെ ആയിരുന്നു. അവരെ മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ അടുത്തിരുന്നില്ലേ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ മേയർ എന്നാണ് പ്രയോഗം തന്നെ. അതാണ് മേയർമാർക്കുള്ള ഒരു പ്രാമുഖ്യം. അതുകൊണ്ടാണല്ലോ ട്രംപ് ലണ്ടന് പോകാത്തത്. അതെ അതെ അതെ. ട്രംപ് വരികയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകും. പക്ഷെ ലണ്ടനിൽ ആകെപ്പാടെ പോയത് കൊട്ടാരത്തിൽ പോയി. ലണ്ടനിലെ ഒരു ഒഫീഷ്യൽ പരിപാടി ഈവൻ പ്രധാനമന്ത്രിയെ കാണാൻ പോലും പോകത്തില്ല. കാരണം അയാളെ കാണാൻ ഇഷ്ടമല്ല ട്രംപിന്, സാദിക്കാരെ കാണാൻ ഇഷ്ടമാണ്. അപ്പം ഇത്തരത്തിൽ ഈ ഒരു പാവത്താനാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. CPMൻ്റെ ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിന് പറ്റിപ്പോയത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ CPM നേതാക്കൾ ജനത്തെ ഒരു പരിധി വരെ, CPMൻ്റെ ഒരു നയം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത് ജനത്തെ പറ്റിക്കലാണ്. അതായത് അവർ കൃത്യം ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു തിരക്കഥ ഉണ്ടാക്കി, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി, സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ പേര് എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് ഇവരാളെ കൊണ്ടുവരും. അപ്പം ഞാൻ ഇവർക്ക് പലതരത്തിലുള്ള തലങ്ങളുണ്ട്. ഇപ്പം AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിലുണ്ട്. അതുപോലെ എല്ലാ പാർട്ടി ഓഫീസുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡലേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ഐക്യമുണ്ട്. കൂടാതെ പാർട്ടിക്കാരൊന്നും അല്ലാത്ത നമ്മുടെ KJ ജേക്കബ്, നിങ്ങളുടെ സുഹൃത്ത് KJ ജേക്കബ്, നമ്മുടെ സുഹൃത്ത് സെബിനെ ഒക്കെ പറയുന്ന നോൺ പെയ്ഡ് അല്ലാത്ത അവർക്ക് വേണ്ടി വാദിക്കുന്ന ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ മുരളീകുമാരകുടിയെ പോലുള്ള ഇതിലൊന്നും പെടാത്ത ഇന്റർനാഷണൽ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. ഇങ്ങനെ ഇവർ പല ശൃംഖല ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെയാണല്ലോ നമ്മുടെ ദീപാ നിശാന്ത്, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. കോൺഗ്രസ് ജയസ് അടൂരിനെ പോലുള്ള ആളെ പല പ്രയോജനപ്പെടുത്താവുന്ന ഇത്തരം കാര്യങ്ങൾ. ജയസ് അടൂരും അതിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം, ജയസ് അടൂർ പറയുന്ന പലതും പലർക്കും പിടികിട്ടുന്നില്ല. ജയസ് അടൂർ കുറച്ചുകൂടെ എബവ് ആവറേജ് ആണ്. നമ്മൾ ജയസ് അങ്ങനെയുള്ള ഒരു സംവിധാനം ഒന്നും ഇവർക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു സൈബർ എന്ന മീഡിയ സമിതി ഉണ്ടായിരുന്നു, അതിനെ പിരിച്ചുവിട്ടു. ഹൈബി പിന്നെ അനങ്ങിയിട്ടേ ഇല്ല. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. പക്ഷേ ഈ CPMന്റെ സംവിധാനം. അപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഇത്തരത്തിലുള്ള ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇവരെടുക്കുന്ന പലതും ഇപ്പം പാളിപ്പോവുക. അങ്ങനെ പാളിപ്പോയതാണ് ഈ കെട്ടിട വഴി വിഷയം. അതായത് ഇവരുടെ കയ്യിലേക്ക് വിഷയം കിട്ടിയപ്പം വാസ്തവത്തിൽ ഞാൻ ഇയാളോട് നമ്മുടെ മേയറോട് സംസാരിച്ചു, ശ്രീലേഖ പറഞ്ഞത് എനിക്ക് ഈ പയ്യനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഞാൻ ഇവിടുത്തെ DGP ആയിരുന്നു, അയാൾ ഇവിടുത്തെ MLA ആയിരുന്നു. അപ്പോൾ നിരന്തരം എന്നെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഞാൻ അങ്ങ് വന്നപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കൊണ്ട് ഞാൻ എന്താ ചെയ്ത് അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അവർക്ക് എന്തായാലും കൗൺസിലായിട്ട് പ്രവർത്തിക്കണം, മേയറായില്ല, അതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ കൗൺസിലായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു ഓഫീസ് വേണം. മേയർക്കാണ് ഓഫീസുണ്ട്, കൗൺസിലർക്ക് ഓഫീസ്. കാരണം അവരെ തിരഞ്ഞെടുത്തു, ജനങ്ങൾ അവർക്ക് ഒപ്പം നിന്നു, അവർ അതിലേക്ക് വന്നപ്പോൾ അവർക്ക് അതിന് വേണം. ആ ഓഫീസ് നേരത്തെ അന്വേഷിച്ചപ്പോൾ ഈ മേയറുടെ ഓഫീസിന് ബാക്കിലെ കക്കൂസാന്ന് പിടി കിട്ടും, ടോയ്ലറ്റാണ് ഫയലെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് MLA യുടെ. അപ്പോൾ അവരെന്ത് ചെയ്തു,
വളരെ കൃത്യമായിട്ട് അയാൾക്ക് അവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് മോനെ പോകത്തില്ലടാ എന്നേ ചോദിച്ചുള്ളൂ. പുള്ളിക്കാരൻ അപ്പം തന്നെ ഓർത്തേടാ വെറും ഒരു കൗൺസിലർ, അതിനേക്കാൾ വലിയ MLA പ്രോട്ടോകോൾ അനുസരിച്ച് MLA അധിക്ഷേപിച്ചു. അപ്പോൾ ഇവർ DGPയുടെ ഹുങ്ക് അവർക്ക് മാറിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാന്ന് ഓർത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് വിവാദം. അങ്ങനെ അങ്ങോട്ട് പെരുന്നാൾ ആഘോഷം ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ജനങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ല. മോദിയായില്ലേ ചാനലുകൾ പറയും. ഇന്ന് കണ്ടോ അവർ ഇന്നൊരു വളരെ രസകരമായ ഒരു വീഡിയോ അവരുടെ പുറത്ത് വന്നു. അവർ ഭയങ്കര സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം ഒന്നിനു മുമ്പ് 1 മില്യണിലധികം ആളുകൾ കണ്ടു. അവരൊരു കഥ പറയുക, ഇന്നൊരു കഥ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അപ്പൻ മോനോട് 2 മക്കൾ, ഒരാൾ +2 പഠിക്കുന്നു, ഒരുത്തൻ 10 പഠിക്കുന്നു. കണ്ടില്ല വീഡിയോ? ആ മക്കളോട് പറയുന്നു, നിങ്ങൾ 2 പേരും നല്ല മാർക്ക് മേടിച്ചാൽ, ഫസ്റ്റ് ക്ലാസ് 2 പേർക്കും കിട്ടിയാൽ, ഫസ്റ്റ് ക്ലാസ്സല്ല ഉയർന്ന മാർക്ക് 2 പേർക്കും കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്കും കിട്ടി. അപ്പോൾ അപ്പൻ എൻ്റെ ഒരാൾക്ക് കൊടുക്കാനുള്ള ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അപ്പം പറഞ്ഞു, മോനെ ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? അപ്പോൾ മക്കൾ പറഞ്ഞു, ഒരാൾക്ക് തരാൻ പറ്റുന്നത് നിങ്ങൾ അപ്പം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അപ്പം തീരുമാനിച്ചു കൂടുതൽ പക്വതയും പരിചയമുള്ള ആളെന്നിൽ മൂത്ത. അപ്പോൾ ഇളയ മകനോട് ഈ പറയുന്ന അവൻ്റെ കൂട്ടുകാരനൊരാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ആ വീട്ടിൽ താമസിക്കരുത്, ഇതാണ് ഇവിടുത്തെ മാപ്രകളുടെ സ്വഭാവം എന്ന് ഒരൊറ്റടി അടിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഇവർ വളരെ മിടിക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിൻ്റെ അകത്ത് ഈ കെണിയിലേക്ക് ഇത് അവരുടെ ഒരു ശക്തി തിരിച്ചറിയാതെ നമ്മുടെ ഇയാൾ പ്രശാന്ത് അങ്ങ് വീണുപോയി. പ്രശാന്ത് ഓർത്ത് അടിപൊളി ഈ ഹുങ്ക. അതിന് അവർ പ്രശാന്ത് വിചാരിച്ച മാതിരി തന്നെ റിപ്പോർട്ടർ ചാനലും 24 മീഡിയ എല്ലാവരും ആഞ്ഞടിച്ചു. പക്ഷെ ജനങ്ങളുടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പുറത്തു വിടൂ സംഭാഷണം. എൻ്റെ റെക്കോർഡിംഗ് ഇല്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആളല്ല, പക്ഷെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ആളാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പുറത്തു വിടത്തില്ല. കാരണം ഇവർ വളരെ ശാന്തമായിട്ട് സംസാരിച്ചേ. ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു പിന്തുണ ലഭിച്ചത് ശ്രീലേഖയ്ക്കാണ്. അതോടെ വലിയ വിവാദമാകുന്നു, വിഷയങ്ങൾ പുറത്തു വരുന്നു. ഈ MLA കാട്ടിക്കൂട്ടുന്ന അഴിമതികളുടെ കഥയായി മാറുകയാണ്. മറ്റു വെറും 875 രൂപയ്ക്ക് ഏതാണ്ട് 350-400 സ്ക്വയർ ഫീറ്റിൽ 2 മുറിയുള്ള അതിന്റെ വാടക അടക്കുന്നില്ല. അപ്പോഴാണ് കൊണ്ടടച്ചെല്ലാം എന്തൊരു നാണക്കേട്. അപ്പോഴത്തേക്കും ഇവരെല്ലാം കൂടി ഇവർ വിചാരിച്ച മതി സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ശിവൻകുട്ടി രംഗത്തിറങ്ങുന്നു, കളിയാക്കുന്നു, വെല്ലുവിളിക്കുന്നു, ധാർഷ്ട്യം പണി തരുമെന്ന് പറയുന്നു, ആകെ ബഹളമൊക്കുന്നു, ഇവരുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ഇവരെന്നെ ചെയ്തെന്നറിയോ? അപ്പം ടെക്നിക്കലി ഇറക്കി വിടാൻ പറ്റത്തില്ല, വാടക അടച്ചിരിക്കുന്നതാണ്. അപ്പം ഈ അഴിമതിയുടെ കാര്യം ജനങ്ങൾ അറിഞ്ഞു. കാരണം ഇത് ഈ 2 MLA ക്വാർട്ടേഴ്സിൽ 2 വലിയ മുറികളുണ്ട്. ആ മുറിയിൽ താമസിക്കാൻ അയാൾക്ക് പറ്റും. 25,000 രൂപ അലവൻസ് ഉണ്ട്, മണ്ഡല അലവൻസ് ഉണ്ട്. ഇതെല്ലാം ചർച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പണിയും കൂടി ഇവർ കൊടുത്തു. അതാണ് പ്രശ്നം. ഇവർ മുറി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എൻട്രൻസ് ഇത് മാത്രമാണ്, ഈ മുറിക്കകത്തോടെ കയറണം, ഇതിനകത്ത് കയറി പോകണം. അപ്പോൾ ഇവരിവിടെ ബോർഡും കൊണ്ടുവച്ചു. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ MLA കാണാൻ വരുന്നേക്കാൾ കൂടുതൽ ആളുകൾ കാണാൻ വരുന്ന മേയറാണ്, കൗൺസിലറാണ്. അപ്പോൾ സകല കൗൺസിലറും നേരെ വരുന്നത് MLAയുടെ ഓഫീസിലേക്ക്. MLAയുടെ ഓഫീസിലേക്ക് ജീവനക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കണം, എവിടെയാണ് കൗൺസിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJPക്കാരെ അകറ്റി നിർത്തിക്കൊണ്ടിരുന്ന ഈ മേയറുടെ ഓഫീസിൽ BJPക്കാരുടെ പ്രളയമായി. ഈ മേയറുടെ അല്ല, MLAയുടെ ഓഫീസ് ആളുകളുടെ ബഹളമായി. സഖി കെട്ടിട്ടാണ്, മാനം പോയി, പേരുദോഷമായി, സഖി കെട്ടിട്ടാണ് ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയൊരു അവസ്ഥ. എല്ലാ കാര്യത്തിലും ഇതാണ് സംഭവിക്കാനുള്ള CPM. ആദ്യം അവരുടെ നിലപാടെടുക്കുകയും പിന്നീട് പെട്ടെന്ന് അവരെ സൈദ്ധാന്തിക അതിന് വിശദീകരിക്കും. അത് ശിവൻകുട്ടിയൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിരുന്ന് കേൾക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസം നിയമത്ത് ഞാൻ മത്സരിക്കില്ലെന്ന് ആദ്യം പറഞ്ഞ് 2 മണിക്കൂറിനെ മാറ്റി പറഞ്ഞ് ശിവൻകുട്ടിക്ക് നിയമത്ത് മത്സരിക്കാൻ ധൈര്യമില്ല. ഒന്ന് ശിവൻകുട്ടിക്ക് നിങ്ങൾക്കറിയാം, ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, പാർക്കിൻസൺ ആണ്. അതുകൊണ്ടാണ് ശിവൻകുട്ടി ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കുന്നത്. അപ്പം ആരോഗ്യ പ്രശ്നമുണ്ട് ശിവൻകുട്ടിക്ക്. 2 ശിവൻകുട്ടിക്ക് അഴിമതിയൊന്നും കേരുദോഷം കേട്ടിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ ഒരു സൽപ്പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് മത്സരിക്കാനും മടിയാന്ന് തോന്നുന്നു. പല CPM മടിയാണെന്ന് പറയുന്നു മത്സരിക്കുന്നത്. അപ്പം നിയമത്ത് എന്തായാലും ഒരു റിസ്ക്കാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ കുമ്മനം മത്സരിക്കുന്ന പോലെ അല്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈ കാശുണ്ട്, തന്ത്രം നന്നായിട്ട്. കുമ്മനം ഒരു സാധുവായിരുന്നു. അതുകൊണ്ട് അത് ആ ഒരു സാഹചര്യം. അപ്പോൾ ഇയാളൊക്കെ എന്താ അവകാശപ്പെട്ടെന്ന് പറയും, ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടത്തില്ല,
തീട്ടൂരം പിൻവലിച്ചാൽ കയ്യിൽ വെച്ചിരുന്ന തിട്ടൂരം പിൻവലിച്ചാൽ മതി, മറ്റതാണ് ഈ വി കെ പ്രശാന്ത് കൂടെ പോസിറ്റീവ് ഉണ്ടെന്ന് അറിയാമോ? എപ്പോഴും പോസിറ്റീവ് ആയിരുന്നു വി കെ പ്രശാന്ത്. ഒരു കാരണവശാലും ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കില്ല. ആ വി കെ പ്രശാന്ത് ഇവർ കേസിന് പോയിട്ടില്ല. കോർപ്പറേഷൻ യോഗം ചേർന്നിട്ട് പരിശോധിക്കുന്നു. കോർപ്പറേഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ ഇഷ്ടംപോലെ വാടക കൊടുത്തിട്ടുണ്ട്. 250 രൂപ അല്ല, കോർപ്പറേഷനിൽ അവർ വലിയ, ഞാൻ രാജേഷിനോട് സംസാരിച്ചത്. അപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 50 വർഷം 46 വർഷമായിട്ട് CPM കയ്യിലായിരുന്നു. ഇടയ്ക്ക് ഒരാൾ വന്നു കുറച്ചു കാലം. അപ്പോൾ ഈ CPM ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെയിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഈ സബ് ലീസാണ്. എന്ന് വെച്ചാൽ ചെറിയ കാശിന് എന്നോ ലീസ് എടുക്കുന്നു, 1,250 രൂപ കൊടുക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു അഴിമ ഇതെല്ലാം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പടിപടിയായി ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. സാഹചര്യത്തിലാണ് പുള്ളി അധികം കളിക്ക് പോവണ്ട. ഇനി ചിലപ്പോൾ പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു കാണും BJP അങ്ങനെ വെറുപ്പിക്കണ്ട. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തായാലും ഇത് വളരെ CPM-ന്റെ സ്ഥിര ശൈലി തന്നെയാണത്. ആദ്യം ഒരു ന്യായം പറഞ്ഞ് വലിയ തത്വം ന്യായങ്ങളൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി പിന്നീട് പതുക്കെ ബോട്ടൺ അടിച്ചങ്ങ് പോകും. അതിനെക്കുറിച്ച് പിന്നെ അവരൊന്ന് നിശബ്ദമാവുകയും പിന്നെ മിണ്ടില്ല. അപ്പോഴത്തേക്ക് വേറെ വിഷയം അവർ കൊണ്ടുവരും. അതാണ് അവരുടെ രീതി സ്ഥിരം. ഇത് കോർപ്പറേഷനിലത് മിക്കവാറും അടുത്ത വേറെ വലിയൊരു വിഷയം കൊണ്ടുവരും. അതൊക്കെ ചങ്ങ് നടത്തും. അപ്പോഴേക്ക് ഈ കാര്യം നമ്മളെല്ലാം മറന്നു പോകും. അതാണ് അവരുടെ സ്ഥിരം രീതി. ഇവർക്ക് എന്തൊക്കെയോ CPM-ന് ഇനിയുള്ള മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള അവരുടെ മുമ്പിലെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അതിന് വർഗീയ വഴിയിലേക്ക് എത്തുന്നു. അവർക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ മറ്റേ സതീശിൻ്റെ വിഷയമൊക്കെ കൊണ്ടുവന്നില്ലേ? അതെ, അവരിങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. വിജിലൻസ് എഴുത്തള്ളിയ കേസെടുത്തോണ്ട് CBI കൊടുക്കാന്ന് പറഞ്ഞാൽ ആ CBI അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തത്. അല്ലെ, CBI ഇവർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നവരാ. 2020 തീരുമാനം ഇവിടെ അന്വേഷണം നടത്തണമെങ്കിൽ ഇവർ പെർമിഷൻ വാങ്ങിക്കണമെന്നാണ് വെപ്പ്. എന്തായാലും ഈ മേയറും കൗൺസിലറും തമ്മിലുള്ള മുൻ മേയർ, അതായത് MLA-യും കൗൺസിലറും തർക്കത്തില് നല്ല ഭംഗിയായ പരിസമാപ്തി ഉണ്ടായിരിക്കും. ശുഭപര്യവസായിയായിരിക്കും. അതെ, അതിൽ വിജയിച്ചിരിക്കുന്നത് ശ്രീലേഖയുടെ ഇമേജ് പിന്നെ ഉയർന്നു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഉയർന്നു. ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം ശ്രീലേഖയ്ക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിൽ തന്നെ അവർ കൈകാര്യം ഈ സംസ്ഥാന ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആകെപ്പാട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, BJP ഇവർ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ഞാൻ വട്ടിയൂർക്കാവ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അസംബ്ലിയിലേക്ക്. അതെന്താന്ന് മാത്രം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഒന്ന്, ഒരുപാട് പണച്ചെലവുള്ള ഏർപ്പാടാണ്. രണ്ട്, ഒരുപാട് സമാധാനം പോകുന്ന ഇടപാടാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 10-35 വർഷം പോലീസുകാരുടെ സംരക്ഷണയിൽ അധികാര കസേരയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ ഈ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുരേഷ് ഗോപിയൊക്കെ തെരഞ്ഞെടുപ്പ് മടുത്ത വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. നടന്ന് മടുത്ത് അവർക്കിതൊന്നും ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മേയറാകാൻ അവർക്ക് താല്പര്യമായിരുന്നു. മേയർ നല്ല പദവിയായിരുന്നു. ഒരു വാർഡ് എന്ന് പറയുന്നതിൽ മാത്രം പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ വട്ടിയൂർക്കാവിൽ BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ വെച്ചാൽ അവർക്ക് ജയിക്കാം, നേടാവുന്നുണ്ട്. BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, നന്നായി പ്രവർത്തിച്ചാൽ BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 മണ്ഡലം എന്ന് പറയുന്നത് നേമവും വട്ടിയൂർക്കാവും പാലക്കാട് ഇക്കുറി നല്ല സാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്ഥാനാർത്ഥിയെ കിട്ടണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടക്കി നിൽക്കുന്നത് കൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ചെറിയ ഭിന്നത ഉണ്ട്. പാലക്കാട് അങ്ങനെ പകരം കാണിക്കാൻ ആ സ്റ്റേറ്റുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലേ കോൺഗ്രസിന്. അപ്പോൾ ആ സ്ഥിതിക്ക് ഷാഫിയോ രാഹുലോ ആണ് ജയിക്കും. ഷാഫി തിരിച്ച് വരാൻ പറ്റത്തില്ല. ആ പശ്ചാത്തലത്തിൽ ഈ പാലക്കാട് BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മുമ്പോട്ട് പോയാൽ അവർക്ക് നല്ലതാണ്. പക്ഷേ എന്തായാലും ഈ ശ്രീലേഖ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാത്രം പിടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം പറയാം, ഈ പോലീസ് ഓഫീസർമാർ പലരും BJP-യിലേക്ക് പോയിട്ട് ശ്രീലേഖയെ പോലെ ചെറിയ സമയം കൊണ്ട് പേരെടുത്താരുമില്ല. അതെ, സെൻകുമാർ സാറും അവരെല്ലാവരും ഉണ്ടായിരുന്നു. സെൻകുമാർ BJP-യിൽ അംഗത്വം എടുത്തില്ല. എന്തു ദുരൂഹം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ BJP-യുടെ അംഗത്വം എടുത്തിട്ടില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പക്ഷേ ഈ BJP-യുടെ ആശയപ്രചരണ രംഗത്ത് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. RSS-ഉമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം കുറച്ചുകൂടി സമുദായം, അതുപോലെ തന്നെ ഈ ഹിന്ദു വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസവും ഹിന്ദു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നത്. ഈയിടയ്ക്ക് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ആരൊക്കെയോ അദ്ദേഹത്തെ SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. SNDP ജനറൽ സെക്രട്ടറി ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന ആള് സെൻകുമാർ തന്നെ. ഒരു സംശയമാണ്. ആത്മാർത്ഥമായി ഗുരുദേവനോട് ഇഷ്ടമുള്ള ആള്. ആത്മാർത്ഥം. അതെ, മാത്രമല്ല കൃത്യ കണക്ക് അദ്ദേഹം കണക്ക് ചോദിക്കുമല്ലോ, കണക്ക് ഇവിടെ ചോദിക്കില്ലേ. അതുപോലെ ജേക്കബ് തോമസ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇല്ല, അതേടക്ക് RSS ചേർന്നതിന്റെ അല്ല, BJP ചേർന്ന് മത്സരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഇരിങ്ങാലക്കുട മത്സരിച്ചു. പിന്നീട് ജേക്കബ്, പക്ഷേ ശ്രീലേഖ വന്നപ്പം മുതൽ തന്നെ പേരെടുത്ത് സജീവമായി നിൽക്കുകയാണ്.
എന്തായാലും ഈ വിവാദത്തിൽ ശ്രീലേഖയ്ക്ക് മാത്രമല്ല BJPക്കും മൈലേജ് ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല കാര്യത്തിൽ. സംശയമുണ്ട്. പിന്നെ രാജേഷ് ഇതിനെല്ലാം രാജേഷ് മുഖ്യമന്ത്രിയെ കാണാനൊക്കെ പോയിരുന്നു കഴിഞ്ഞ ദിവസം. ഡെപ്യൂട്ടി രണ്ടും കൂടെ പോയിരുന്നു. അല്ല അത് വേണമല്ലോ, എന്തായാലും വേണം. രാജേഷിന്റെ ഭാഗ്യമേ, കാരണം ഇവരോട് ഡെപ്യൂട്ടി മേയർ ആവാൻ ആവശ്യപ്പെട്ടിരുന്നു ശ്രീലേഖയോട്. ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയ രാജേഷിന് ഒരു പരിമിതിയില്ലേ, രാജേഷിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, കാരണം ഇവര് മേയർ ആവേണ്ട ആളാണ്, ഇവർ ഇത്രയും ഉന്നത പദവി ഇരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ പുതിയൊരു പെങ്കുച്ചു വന്നിരിക്കുന്നതാണ് രാജേഷിനെ ജൂനിയർ ആണല്ലോ, ജൂനിയർ കൊച്ചാണ്, ആദ്യമാണ്, പറഞ്ഞ് ജയിപ്പിക്കാൻ പറ്റൂല്ലോ. അപ്പൊ എന്തായാലും ഇതെല്ലാം ഓരോ സമയമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്, കാരണം മാറ്റങ്ങളുടെ ഒരു കലയാണ്. ഈ ശ്രീലേഖ ബഹളം ഉണ്ടാക്കുന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു, അതൃപ്തിയാണ്. പക്ഷെ ശ്രീലേഖ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത്. എന്തായാലും നമ്മുടെ നേരത്തെ അവസാനിപ്പിക്കുക. ഒരു അതിഥി കാത്തിരിക്കുന്നു, ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന്റെ അതിഥി എത്തിയിരിക്കുന്നുണ്ട്, നേരത്തെ അവസാനിപ്പിക്കണം. എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ ചരിത്രപരമായ വിജയം ശ്രീലേഖ നേടിയിരിക്കുന്നു. നാണം കെട്ട പരാജയമാണ് പ്രശാന്തിനും CPM-നും ഉണ്ടായിരിക്കുന്നത്. നന്ദി, നമസ്കാരം.